എന്താ സാറേ പറയേണ്ടത്? ഇതിന്റെ അങ്ങറ്റം വരെ അനുഭവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. ലഹരിന്റെ കെടുതി അങ്ങറ്റം വരെ അനുഭവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. ഇനി ലോകത്തൊരമ്മയ്ക്ക് ഇന്നെപ്പോലത്തെ ഒരു അനുഭവം ഇല്ലാതിരിക്കട്ടെ. അത്രയും പറഞ്ഞു. ഞങ്ങളെ ആയുസ്സും ഞങ്ങൾ ഇതുവരെയുള്ള സമ്പാദ്യം ഇതുവരെ ജോലി ചെയ്ത് എല്ലാം ഓനും വേണ്ടിയിട്ടാണ് നശിപ്പിച്ച് ഇത്രയും കാലത്തെ ജീവിതം എല്ലോ ഓന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ഒരു കാര്യമുണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് വളരെ വിഷമമുണ്ട്. ഇപ്പം എന്തിനായാലും ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല. അതത്ര എനിക്ക് പറയുള്ളൂ, ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഇതുപോലെ എത്രയോ അമ്മമാർ ഇപ്പം തന്നെ ഞാനിത് പോലീസിനെ വിളിക്കാൻ കാരണം ഇന്നലെ ഈ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഞാനിവിടെ ഇരിക്കുന്ന ഈ അമ്മ 68 വയസ്സായ അമ്മയാണ്. അമ്മക്ക് ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ വെക്കണം. അങ്ങനത്തെ ആ അമ്മ ഇവിടെ എന്നെ കാണാൻ എൻ്റെ അടുത്ത് വന്നത്. എനിക്കിവിടെ വേറെ ആരും ഇല്ല, എനിക്ക് നീര് നടക്കാൻ വയ്യ. അപ്പം ഇറ്റിങ്ങൊക്കെ ഒരു വെള്ളം തിളപ്പിച്ച് കൊടുക്കണ്ടേ വെച്ചിട്ടാ ഇവിടെ വന്ന് ഞാൻ അമ്മനെ തീ പിടിപ്പിക്കാൻ സമയം ഞാൻ പറഞ്ഞു ഗ്യാസ് മേൽ വെച്ചാൽ മതി. അത്രയും വയ്യ അമ്മയ്ക്ക്. എന്നിട്ട് ആ അമ്മനെ അടിക്കാൻ വന്നോ. എന്തിനറിയാം? പൈസ കൊടുക്കായിട്ട്. ഓന് ഒരു പ്രാവശ്യം പൈസ ചോദിച്ച് അമ്മ ഞാൻ കാണാതെ ഒരു 100 റുപ്യ അമ്മ എടുത്ത് കൊടുത്ത് വലിയൊരാണോ എടുത്താൽ ഇങ്ങനെ 10-26 വയസ്സായ ഒരു മോൻ 10 റുപ്യ 20 റുപ്യ 50 റുപ്യ ചോദിക്കുമ്പോൾ അമ്മ 100 റുപ്യ എടുത്ത് ആകെ എടുത്ത് കൊടുത്തപ്പാണ് ഓൻ അതും കൊണ്ട് പുറത്ത് പോയിട്ടാണ് പിന്നെ എന്തോ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നത്. പുറത്ത് പോയിട്ട് പിന്നെ ഇന്നലെ മെനിയാന്നൊക്കെ അമ്മനോട് പൈസ ചോദിച്ചു. അമ്മ കൊടുത്തില്ല. അമ്മ പറഞ്ഞു ഞാൻ കാണാതെയും ചോദിച്ചു, ഇന്നെ കേൾക്കാൻ ചോദിച്ചു, എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല 10 പൈസ ഞാൻ തരൂല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് ഓരോരുത്തരെങ്ങനെ വിളിക്കും. എൻ്റെ ആൾക്കാരൊക്കെ അങ്ങനെയാണോ അപ്പം ഞാൻ ഹോട്ട്സ്പോട്ട് ഓഫാക്കും. അപ്പോൾ ഓന് ദേഷ്യം പിടിക്കും. കൈമ കിട്ടുന്ന എല്ലെടുത്ത് പൊടി. ഈ വാതിൽ ഇവിടെ ഒരു സാധനം പൊട്ടാത്തയില്ല. ആ നിലം ഇങ്ങനെയൊന്നല്ല, ഇതിനെ കരി പോലെ ഇനിയൊക്കെ നിലത്ത് തീയിട്ടതാണ്. നിലത്ത് തുണിയിട്ട് തീയിട്ട് അലമാരിയും തുണി എടുത്തിട്ട് ടൈൽസ് പൊട്ടിക്കുക. ആ വാതിൽ ജനൽ ഇവിടെ ഒരു റൂമിനും കുറ്റിയും കൊളുത്തില്ല. ഈ ഒരു ഇതിന് മാത്രമേ കുറ്റിയും കൊളുത്തുള്ളൂ. ഒന്നുമില്ല, എല്ലാം പൊട്ടിച്ച്. ഞങ്ങൾ പേടിയും പോണേ വാതിലൊക്കെ പൂട്ടാതെ പൂട്ടാൻ കഴിയില്ല. നിരന്തര ഉപദ്രവം. ഇപ്പം ഒരു 3 മാസമായിട്ട് ഓൻ വന്നിട്ട്. പക്ഷെ അപ്പോൾ ഓൻ പാവായി ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് നന്നാവേക്കും. ഞാൻ പറഞ്ഞു മോനെ ഞാൻ പൈസ തരാം, ഓരോ കേസിന്റെ സമയത്ത് ഈ പോയി ഹാജരാവ്, എന്നിട്ട് അത് കേസ് നടത്തി വക്കീലിന് നമുക്ക് കൊടുക്കുക, അതങ്ങ് നടത്തിക്കൊണ്ടല്ല കുറേ കേസില്ലേ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് അതാണ് അത് പറയുന്നത്. വീഡിയോ ഇതിൽ പറയുന്നു, വോയിസ് പറയുന്നത് ഞാൻ മാറ്റി പറയാം. ഞാൻ പറഞ്ഞ് മോനെയാണ് എന്നെ ഈ കുടുങ്ങാത്ത രീതിയിൽ ഞാൻ മാറ്റി പറയാം. അത് ഞാൻ അങ്ങനെ പറഞ്ഞതാ അവനോട്. കാരണം ഞാനൊരു അമ്മയല്ലേ, ഓനെ പ്രസവിച്ച അമ്മയല്ലേ. അപ്പം ഏതെങ്കിലും രീതിയിൽ ഓൻ നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ. ഞാൻ ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഓൻ രക്ഷപ്പെട്ട് പോരുക, ഓൻ നന്നാവുകയാണെങ്കിൽ അപ്പോൾ കേസ് നോക്കി ഒഴിവായ ഞാൻ ഓളോട് പറഞ്ഞാൽ ഓള് വരും, തിരിച്ചു വരും. ഇപ്പം ഞാൻ ഇപ്പോൾ ഓളോട് പറയാം മോളെ ഈ വരണോ എന്ന് ഞാനും എൻ്റെ ഭർത്താവും പറഞ്ഞാൽ ഓള് തിരിച്ചു വരും, ഞങ്ങൾക്കറിയാം വരുന്നേ. അപ്പം പറഞ്ഞിരിക്കുന്നോള് ഇല്ല, ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഓക്ക് സപ്പോർട്ടാണ്. ഓള് ഡിവോഴ്സ് കൊടുത്ത 100% ശരിയെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ.